എടാ, നിനക്ക് വേണ്ട പണത്തിനുള്ള മുതല് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കയല്ലേ? അതെടുത്ത് പണയം വെച്ചാ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അമ്മാവ എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ കട പണയം വെക്കാനുള്ള കാര്യമാ. അത് പണയം വെച്ചാ നീ ഉദ്ദേശിക്കുന്ന പണം നിന്റെ കൈ വന്ന് ചെയ്യും. അമ്മാവ എടാ, ഞാൻ പറയുന്നത് കേട്ട് നീ വിഷമിക്കൊന്നും വേണ്ട. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. പണത്തിന് ഞെരുക്കം വരുമ്പോ വിലപിടിപ്പുള്ള മുതലുകളൊക്കെ പണയം വെച്ച് പണമെടുക്കുന്നത് ആരുടെ സംഭവമൊന്നും അല്ലല്ലോ ഇത്. കാര്യങ്ങളൊക്കെ നടക്കണം, അത്രയല്ലേ വേണ്ടൂ. എന്നാലും അമ്മാവ കട... എടാ, കട ഞാൻ പണയം വെക്കാനല്ലേ പറഞ്ഞോളൂ, അല്ലാതെ വിൽക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പണയം വെച്ചു എന്ന് കരുതി അത് നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. ആധാരമല്ലേ നമ്മൾ പണയം വെക്കുന്നുള്ളൂ. കട നിനക്ക് എന്നെ നടത്തിക്കൊണ്ട് പോവാല്ലോ. ഏതാ അതാ, നീ ഒന്ന് കാര്യമായിട്ട് അധ്വാനിച്ചാലേ അധികം വൈകാതെ തന്നെ നിനക്ക് നിന്റെ കടയുടെ ആധാരം തിരിച്ചെടുത്ത് ഈ കടത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യാം. നീ വിചാരിച്ച ഏറിയാൽ 1 വർഷം, അതിനുള്ളിൽ ഈ കടം ഈസിയായിട്ട് വീട്ടാൻ സാധിക്കും. അല്ല, ഞാൻ ആലോചിച്ചിട്ട് കട പണയം വെക്കല ഉചിതമായിട്ടുള്ള തീരുമാനം. അല്ലാതെ ആരെങ്കിലും നീ ആവശ്യപ്പെടുന്ന ലക്ഷങ്ങളെ കടമായിട്ട് തരുമോ? ഈ കരുനീലിക്കാവില്ല. എടാ, കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. നീ കട കൊണ്ടുപോയി പണയം വെക്കാൻ നോക്ക്. ഗിരിയും പാർവതിയും തമ്മിൽ അരുതാത്ത ബന്ധമൊന്നും ഇല്ലെങ്കിലും ഗിരിയോടുള്ള ദേഷ്യം മാറാതെ വിവാഹത്തിനില്ലാന്ന ഇന്ദ്രൻ പറയുന്നത്. ഇന്ദ്രൻ നാണം കെട്ടതുപോലെ ഗിരിയും നാണം കെടണം. അതാണ് ഇന്ദ്രന്റെ നിർബന്ധം. വെറുതെ നാണം കെട്ടാ പോരാ, നാട്ടുകാര് കാണുക അവൻ നാണം കെടണം. അവന്റെ തൊലി ഉരിയണം. അവനെ കൊണ്ടെന്റെ കാല് പിടിപ്പിക്കണം. അവന്റെ കണ്ണിൽ നിന്ന് രക്തം കണ്ണീരായി പൊടിയണം. നാട്ടുകാരവനെ നോക്കി പല്ലെളിക്കണം. അതിനുശേഷം മതി മറ്റെന്തോ. അല്ല, മോന് അവനെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയാ പോരെ? മോന് മനസ്സിൽ കണ്ടതേ ഞാൻ മാനത്ത് കണ്ടിട്ട് എവിടെ ഇരിക്കുന്നേ. പക്ഷെ അത് സാധിക്കണമെങ്കിലേ ഇന്ദ്രനും പാർവതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. ആഘോഷമാറ്റി തന്നെ നമുക്ക് നടത്തണം. അല്ല, അത് മോനെ, ഞാൻ പറയുന്ന കേൾക്ക്. വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ആ ചടങ്ങ് നടത്തുന്നത്. അതിനോടൊപ്പം മറ്റു ചിലതുകൂടി അവിടെ സംഭവിക്കും. അത് ഗിരി കാരണം മോനുണ്ടായ അപമാനത്തിനുള്ള മറുപടിയായിരിക്കും. മോനെ ഇന്ദ്ര, ആ കാഴ്ച കണ്ട് സന്തോഷിക്കാൻ മോൻ ഒരുങ്ങിക്കോ. ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ കട പണയം വെക്കാനുള്ള കാര്യമാണ്. അത് പണയം വെച്ചാ നീ ഉദ്ദേശിക്കുന്ന പണം നിന്റെ കൈ വന്ന് ചെയ്യും. ഗിരിയേട്ടാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ. ഗിരിയേട്ടൻ ഇവിടെ എന്ത് ചെയ്യാ? പണയം. ഇങ്ങോട്ട് വന്നേ. വാ. ആധാരം പണയം വെക്കാൻ പോവാ അല്ലേ? അത് പിന്നെ രത്നയ്ക്ക് ഒന്നും വേണ്ട. ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ആധാരം എവിടെയാ? പാറു, ഇങ്ങ് വന്നേ.
പാറു, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം. ഒന്നും മനസ്സിലാക്കാനില്ല. ഒരു വലിയ അബദ്ധ ഗിരിയേട്ടൻ ചെയ്യാൻ ഒരുങ്ങിയത്. കട പണയം വെക്കാതെ ഒരു നിവൃത്തിയില്ല. രത്നയ്ക്ക് സ്ത്രീധനം കൊടുക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗം എന്റെ മുന്നിലില്ല. സ്ത്രീധനം കൊടുക്കാതെ ഈ വിവാഹം നടക്കില്ലെങ്കിൽ അത് നടക്കാതിരിക്കാനാ നല്ലത്. പാറു, നീ എന്താ ഈ പറയുന്നത്? ഇന്നത്തെ കാലത്ത് സ്ത്രീധനം കൊടുക്കാതെ ഏത് കല്യാണമാണ് നടക്കുന്നത്? ചുരുക്കം ചില കല്യാണങ്ങൾ നടക്കുന്നുണ്ടാവാം. അല്ലാതെ സ്ത്രീധനം കൊടുത്തേ മതിയാവും, അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇപ്പൊ ഇവര് 25 പവനും 10 ലക്ഷം അല്ലേ ചോദിച്ചുള്ളൂ. അത് തന്നെ മഹാഭാഗ്യം എന്ന് കരുതിയാൽ മതി. ഇത് ഭാഗ്യമൊന്നുമല്ല, ദുരാചാരാണ്. നിയമം നിരോധിച്ചിട്ടും ഇന്നും നടക്കുന്ന ക്രിമിനൽ പ്രവൃത്തി. എനിക്കെന്തോ ഇതിനോട് ഒരിക്കലും യോജിക്കാനാവില്ല. സ്ത്രീ തന്നെയാണ് ധനം. അത് തിരിച്ചറിയുന്നവരോടൊപ്പം വേണം പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കേണ്ടത്. എങ്കിലേ അവർക്ക് ഭർത്താവിന്റെ വീട്ടില് നിലയും വിലയും അംഗീകാരം ഉണ്ടാവുള്ളൂ. ഗിരിയേട്ട രത്നയുടെ വിവാഹമാണോ നടത്താൻ പോകുന്നത്, അതോ സ്വർണവും പണവും കൊടുത്തൊരു കച്ചവടാണോ? പെണ്ണിനേക്കാൾ മുൻതൂക്കം സ്ത്രീധനത്തിന് കൊടുത്ത് വിവാഹം ഉറപ്പിക്കാൻ വരുന്നവര് അസല് കച്ചവടക്കാരാണ്. അവരെ ആ കണ്ണില് കാണാൻ സാധിക്കൂ. ഗിരിയേട്ടനൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ?